السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖുർആനിൻ്റെ സംസ്കരണ പാഠങ്ങൾ എന്ന ടൈറ്റിലിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധിക ആമുഖങ്ങളൊന്നുമില്ലാതെ നമ്മുടെ മുൻപിൽ വളരെ ചെറിയ സമയമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ ചില പോയിന്റുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സ്വഹാബികളുടെ കൂടെ പ്രവാചക തിരുമേനി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു സഹോദരി ആ സദസ്സിലേക്ക് വരുന്നത്. ഹദീസിൽ വായിക്കാൻ സാധിക്കും, ജഅഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനിയുടെ സമീപത്തേക്കൊരു സഹോദരി വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഞാൻ എന്നെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി വന്നതാണ്. ഒരു സഹോദരിയാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം അവലംബിച്ചു. ഏതെങ്കിലും ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ ഇണയായി, ഭാര്യയായി സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനം കണ്ടപ്പോൾ ആ സദസ്സിൽ നിന്ന് ഫഖാമ റജുലൻ മിൻ അസ്ഹാബിഹി, ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി എഴുന്നേറ്റു. എന്നിട്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്കവരെ ആവശ്യമില്ല എങ്കിൽ അവരെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരൂ, അവരെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരൂ, ഞാൻ അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹിയുടെ ചോദ്യം, ഹൽ ഇൻദക മിൻ ഷൈ, നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ? അർത്ഥമെന്താണ്? നീ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ വിവാഹം കഴിക്കാനുള്ള മഹർ നൽകാൻ എന്താണ് നിന്റെ കൈവശമുള്ളത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ദുർബലനാണ്, ഞാൻ മിസ്കീനാണ്,
എൻ്റെ അടുക്കൽ ഒന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഒരു ഇരുമ്പിൻ്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വരാൻ. ചരിത്രം പ്രസിദ്ധമാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സംസാരത്തിൻ്റെ ആമുഖത്തിലേക്ക് ഈ ചരിത്രം കൊണ്ടുവരാനുള്ള കാരണം അതിൻ്റെ അവസാനത്തെ പോയിൻ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാദാ മഅക മിനൽ ഖുർആൻ, മാദാ മഅക മിനൽ ഖുർആൻ, എന്താണ് ഖുർആനിൽ നിന്ന് നിന്റെ അടുക്കലുള്ളത്? അയാളുടെ കയ്യിൽ ഒന്നുമില്ല, മഹർ കൊടുക്കാൻ ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലുമില്ല. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, എന്താണ് നിന്റെ അടുക്കൽ ഖുർആനിൽ നിന്നുള്ളത്? ആ സമയത്ത് ആ മനുഷ്യൻ കൊടുത്ത മറുപടി, മഈ സൂറത്തുൻ കദ വസൂറത്തുൻ കദ, എൻ്റെ അടുക്കൽ ഇന്ന സൂറത്തുണ്ട്, എൻ്റെ അടുക്കൽ ഇന്ന സൂറത്തുണ്ട്. അങ്ങനെ അദ്ദേഹം ചില സൂറത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞു. ഹദീസിൽ വായിക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് 18 സൂറത്തോളം അദ്ദേഹത്തിന് മനപ്പാഠമുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൂറത്തുകളൊക്കെ എനിക്കറിയാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറയുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ നിനക്ക് ആ മഹദിയെ, ആ സ്ത്രീയെ വിവാഹം ചെയ്തു തരികയാണ്. നിന്റെ അടുക്കലുള്ള ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് മഹറായി നൽകി, അത് മഹറായി നൽകിക്കൊണ്ട് നിനക്കവളെ ഞാൻ വിവാഹം ചെയ്തു തരികയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്വഹീഹായ ഹദീത്താണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ്, ഈ ചരിത്രം കേൾക്കാത്തവരല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ളത് ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്താണ്? ഒരു ഇണയെ ലഭിക്കുകയാണ്, ഒരു ജീവിതം ലഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ, നമ്മൾ അതിൻ്റെ എല്ലാ തലങ്ങൾ പരിശോധിച്ചാലും വലിയ മാറ്റങ്ങൾ, വലിയ വിപ്ലവങ്ങൾ, അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ, സംസ്കരണങ്ങളൊക്കെ ഖുർആൻ കൊണ്ട് സംഭവിച്ചത്, ഖുർആൻ കൊണ്ട് നേടിയെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ സ്വഹാബിയാണ് അംർ ബിൻ സലമ അൽ ജറമി എന്ന് പറയുന്ന സ്വഹാബി. അംർ ബിൻ സലമ അൽ ജറമി, അദ്ദേഹം ജറം ഗോത്രത്തിലെ ഒരു ചെറിയ കുട്ടിയാണ്. അദ്ദേഹം വളരെ ചെറിയ കുട്ടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ ജറം ഗോത്രക്കാരും മക്ക വിജയിച്ചടക്കിയ ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അവർ മുസ്ലിമായി, അവരെല്ലാവരും മുസ്ലിമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗ്രാമത്തിലേക്ക്, ആ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ പോയാൽ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, നമസ്കാരത്തിന് കൃത്യമായ സമയമുണ്ട്, ആ സമയമാകുമ്പോൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ദിമു അക്തറഹും ഖുർആന, ഖദ്ദിമു അക്തറഹും ഖുർആന, നിങ്ങളിൽ ആർക്കാണോ ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നത്, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നത്, ആ ആൾ നമസ്കാരത്തിന് ഇമാമ നിൽക്കണം, നമസ്കാരത്തിന് നേതൃത്വം നൽകണം. ആ സമയത്ത് മഹാനായ അംർ ബിൻ സലമ അൽ ജറമി പറയുന്നുണ്ട്, അവരാർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഫമാ വജദു ഫീഹി മഹദൻ അക്തറ ഖുർആനൻ മിന്നി, എന്നേക്കാൾ ഖുർആൻ പഠിച്ച, എന്നേക്കാൾ ഖുർആൻ അറിയുന്ന ഒരാളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഞാനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടിയായ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നത്. അങ്ങനെ ആ ഖുർആൻ പഠിച്ചു എന്ന കാരണം കൊണ്ട് അദ്ദേഹം ആ ഗോത്രത്തിന് ഇമാമായി നിൽക്കുകയാണ്, അവർക്ക് വേണ്ടി നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. ഈ ഹദീത്ത് അദ്ദേഹം, ഈ ചരിത്രം അദ്ദേഹം പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം വളരെ വളരെ പാവപ്പെട്ട മിസ്കീനായ ആളാണ്. അദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. ഒന്നാമത്തെ ദിവസം നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ച കുപ്പായം അത് ചെറുതാണ്. അദ്ദേഹം സുജൂദിലേക്കും റുക്വയിലേക്കും പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറം ഭാഗം, അദ്ദേഹത്തിൻ്റെ ഔറത്ത് വെളിവായി, അദ്ദേഹത്തിൻ്റെ ഔറത്ത് പുറത്ത് കണ്ടു. അപ്പം ഇതിലൊരു വൃദ്ധയായ സ്ത്രീ ഇത് മനസ്സിലാക്കി, ആ വൃദ്ധയായ സ്ത്രീ ആ കുട്ടിക്ക് നല്ല ഒരു കുപ്പായം, നല്ല ഒരു വസ്ത്രം സമ്മാനിക്കുന്നുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ അങ്ങേയറ്റം സന്തോഷിച്ച, എൻ്റെ ജീവിതത്തിൽ എനിക്കേറെ സന്തോഷമുണ്ടായ ഒരു രംഗമാണ് ആ കുപ്പായം ലഭിച്ച രംഗമെന്നൊക്കെ ആ സ്വഹാബി, ആ ചെറുപ്പക്കാരൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക്, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള, അദ്ദേഹം പഠിച്ച ഖുർആനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഏറെ പ്രസിദ്ധമായ സംഭവമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഹദീസ് ഉദ്ധരിക്കുന്നത് ആമിർ ബിൻ വാത്തിലയാണ്. അദ്ദേഹമാണ് ആ ഹദീസിൻ്റെ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നാഫിയു ബിൻ അബ്ദുൽ ഹാരിസ്, അദ്ദേഹം മക്കയിലെ ഗവർണറാണ്. ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഗവർണറായി ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് നാഫിയു ബിൻ അബ്ദുൽ ഹാരിസ്.
അദ്ദേഹത്തെ ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശം, രണ്ട് രീതിയിലും വായിക്കാം, അവിടെ വെച്ചുകൊണ്ട് കാണുന്നുണ്ട്. ഈ പ്രദേശം ഇന്നുമുണ്ട്. സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 60 കിലോമീറ്ററിന്റെ ഉള്ളിൽ അസ്ഫാൻ അല്ലെങ്കിൽ ഉസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള വഴി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആരെ കാണുന്നത്? മഹാനായ നാഫി ബിൻ അബ്ദുൽ ഹാരിസിനെ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മക്കയുടെ ഭരണ ചുമതല ഏൽപ്പിച്ച ആളാണ് ആര്? നാഫി ബിൻ അബ്ദുൽ ഹാരിസ്. ഉമർ അള്ളാന്റെ ചോദ്യം, സലാം പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മക്കയുടെ ചുമതല ഏൽപ്പിച്ചല്ലേ പോന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? ആരാണ് മക്കയുടെ കാര്യങ്ങൾ ഇപ്പൊ നോക്കുക? മക്കയുടെ ഭരണത്തിന്റെ ചുമതല ഇപ്പോൾ ആർക്കാണ്? ആ സമയത്ത് നാഫി പറഞ്ഞു, ഞാൻ എൻ്റെ മൗലയായ, എൻ്റെ അടിമയായ, എൻ്റെ സഹായിയായ ഇബ്നു അബ്സയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഉമറിന് ദേഷ്യം വന്നു. കാരണം എന്താ? മക്ക പോലെയുള്ള പവിത്രമായ, ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥാനത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ഭരണ ചുമതല അദ്ദേഹം ഏൽപ്പിച്ചത് ആരെയാ? ഒരു അടിമനെയാണ്. അദ്ദേഹത്തിന്റെ സഹായിയായ ഇബ്നു അബ്സയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, വമൻ ഇബ്നു അബ്സ? ആരാണ് ഇബ്നു അബ്സ? ആരാണ്? മക്കയുടെ ചുമതല ഏൽപ്പിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എൻ്റെ സഹായികളിൽ ഒരു സഹായിയാണ്, എൻ്റെ സഹായിയിൽ ഒരു സഹായിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അല്ലയോ ഭരണാധികാരി, അമീറുൽ മുഅ്മിനീൻ, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാ. അദ്ദേഹം അള്ളാഹുവിന്റെ കിതാബ് നന്നായി പാരായണം ചെയ്യുന്ന, അള്ളാഹുവിന്റെ കിതാബ് നന്നായിട്ട് അറിയുന്ന കാരിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ആലിമുൻ ബിൽ ഫറായിൽ, ഫറായിൽ അറിയുന്ന, ഫറായിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖയാണ് ഫറായിൽ, ഇൽമുൽ ഫറായിൽ. ആ ഇൽമുൽ ഫറായിൽ അറിയുന്ന ആളാണ് ആര്? ഇബ്നു അബ്സ. സൗദി അറേബ്യയിലെ ഏറ്റവും നല്ല പോസ്റ്റ് ഏതാ? അത് ജഡ്ജിയുടെ പോസ്റ്റാണ്. ആ പോസ്റ്റിന്റെ മാനദണ്ഡം എന്താണ്? അവിടെയുള്ള ഖാലിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത അവർക്ക് ഇൽമുൽ ഫറായിൽ അറിയൂ എന്നുള്ളതാണ്. അതവർക്കറിയണം. അവിടുത്തെ ഖാലിമാർക്ക്, ജഡ്ജിമാർക്ക് അതവർക്ക് അറിയണം. അത് ഏറ്റവും നല്ല അറിവാണ്, വിജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നാഫി പറയുന്നത്, ഞാൻ മക്കയുടെ ചുമതല ഏൽപ്പിച്ചു പോന്ന ഇബ്നു അബ്സ, അദ്ദേഹം ആരാണ്? ഖാരിയാണ്. അദ്ദേഹം ഇൽമുൽ ഫറായിൽ അറിയുന്ന ആളാണ്. അവിടെ വെച്ചാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അമ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ്, അല്ലാഹു ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, വയലഉ ബിഹി ആഖരീൻ, മറ്റു ചില ആളുകളെ ഇകഴ്ത്തുകയും ചെയ്യും, താഴ്ത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെടണമെങ്കിൽ ഖുർആനിനെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ ആമുഖമായി പറഞ്ഞു വെച്ച ചരിത്രങ്ങളോടൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ. ഖുർആൻ കൊണ്ട് ഉയർന്നു വന്ന, ഖുർആൻ കൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ആളുകളുടെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ട് അവർ ആ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തി? എന്തുകൊണ്ട് അവർക്ക് ഉന്നതിയിലെത്താൻ സാധിച്ചു? അവരുടെ കൂടെ ഖുർആൻ ഉണ്ടായിരുന്നു. അവർ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെട്ടയാളായിരുന്നു. എന്നാൽ ഈ ഖുർആനിനെ അകറ്റിയാലോ, ഈ ഖുർആനുമായി നമ്മൾ മാറി നിന്നാലോ നമ്മുടെ ജീവിതം അധാർമികതയിലേക്ക് എടുത്തെറിയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങളായ ആളുകൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. ഒരു യുദ്ധമാണ് ലക്ഷ്യം. അങ്ങനെ അവര് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഹാഫിളാണ്, വിശുദ്ധ ഖുർആൻ കാണാപ്പാഠം പഠിച്ച, ഖുർആൻ നന്നായി അറിയുന്ന മനുഷ്യൻ അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ അവർ യാത്ര ചെയ്തു. ആ നാട്ടിലെത്തിച്ചേർന്നു, യുദ്ധം ചെയ്യേണ്ട നാട്ടിലെത്തിച്ചേർന്നു. യുദ്ധത്തിന്റെ മുമ്പ് തന്നെ ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ മനുഷ്യൻ ആ നാട്ടിലുള്ള ഒരു ക്രൈസ്തവ സഹോദരിയെ കണ്ടു. അവളിൽ ആകൃഷ്ടനായി. അങ്ങനെ അവളുടെ പിന്നാലെ കൂടി അവളെ വിവാഹം കഴിച്ചു. അയാൾ അവളുടെ കൂടെ പോയി. അദ്ദേഹം എന്തിനു വന്നതാ? ജിഹാദിന് വന്നതാണ്. ധർമ്മസമരം നടത്താൻ വേണ്ടി വന്നയാളാണ്. അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം മുഅ്മിനാണ്, അദ്ദേഹം ഖുർആൻ പഠിച്ചയാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നൈമിഷികമായ സമയത്ത് ആഗ്രഹം, അതൊരു പെണ്ണിന്റെ പിറകെ കൂടി അവളെ വിവാഹം കഴിക്കുന്നു. ഈ ചരിത്രം പറയുന്ന ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പിൽക്കാലഘട്ടത്തിൽ യുദ്ധം കഴിഞ്ഞു, വിശ്വാസികളായ ആളുകൾ യുദ്ധമൊക്കെ വിജയിച്ചു, എല്ലാവരും വിജയിച്ചു, ആ നാട് കീഴടക്കി. ഈ യുദ്ധത്തിന് വന്ന പല ആളുകളും അവിടെ താമസാക്കി, ആ നാട്ടിൽ താമസമാക്കി. അവർ പറയാണ്, കാലമേറെ കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന ഞങ്ങളുടെ സഹോദരനെ ആ നാട്ടിൽ വെച്ച് പലപ്പോഴും കാണാറുണ്ട്. ഖുർആൻ പഠിച്ചിരുന്ന, ഹാഫിളായിരുന്ന അയാളെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ പഠിച്ചയാളല്ലേ, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഇപ്പോൾ ഖുർആനിൽ നിന്നുള്ളത്? നിങ്ങൾ ഹാഫിളായിരുന്നല്ലോ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഹിഫ്ളിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഒരായത്തൊഴികെ ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി എന്നാണ്. ഒരായത്തൊഴികെ ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി.
എന്നിട്ട് അദ്ദേഹം ആയത്തോതി. ഏതായത്ത്? റുബമ യവദ്ദുല്ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ. സത്യനിഷേധികളായ ആളുകൾ ഒരു വേള കൊതിച്ചു പോകും, ഞാനൊന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. ഈ ആയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഓർമ്മയുള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പഠിച്ച ഒരാൾ, ഖുർആനിനെ നെഞ്ചേറ്റിയ ഒരാൾ ആ ഖുർആനിനെ വിട്ടു മറ്റൊരു ജീവിതത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു നോക്കൂ നിങ്ങൾ. ഇസ്ലാം എന്ന് അദ്ദേഹം പുറത്തുപോയി. അതുകൊണ്ട് തന്നെ സംസ്കരണം സംഭവിക്കണമെങ്കിൽ, മാറ്റം ഉണ്ടാകണമെങ്കിൽ, പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിനെ സദാസമയവും നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം. ആ നെഞ്ചേറ്റുന്ന ആളുകൾ ഖുർആൻ കൊണ്ട് സംസ്കരിക്കപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമുണ്ട്, ഇദാ അറത്തുമുൽ ഇൽമ ഫൻസുറുൽ ഖുർആൻ. നിങ്ങൾ ഇൽമാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അറിവാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഖുർആനിനെ സ്വീകരിക്കുക. ഫഇന്ന ഫീഹി ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ. ആ ഖുർആനിൽ ആദ്യ തുടക്കക്കാരുടെയും അവസാനക്കാരുടെയും ചരിത്രമുണ്ട്. ഖുർആനിൽ എല്ലാം ഉണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കാൻ പാടില്ല, എല്ലാം ഖുർആനിലുണ്ട്. ആ ഖുർആൻ കൊണ്ട് ഖുർആൻ പഠിച്ചാൽ ഉറപ്പായും സംഭവിക്കുന്ന കാര്യം എന്താ? അയാൾ സംസ്കാരമുള്ളവനാകുമെന്നാണ്. ഖുർആനിനെ സ്വീകരിച്ചയാളിന് സംസ്കാരമുള്ളവനാകാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ ഖുർആനു മഅദൂബത്തുല്ലാഹ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കി തന്നൊരു സദ്യയാണെന്നാണ്. നോക്കൂ നിങ്ങൾ, വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സദ്യ ലഭിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും? നമ്മൾ ആസ്വദിച്ച് കഴിക്കും അല്ലെ? വിശപ്പുണ്ട്, നമുക്ക് ആസ്വദിച്ച് കഴിക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന, അൽ ഖുർആനു മഅദൂബത്തുല്ലാഹ് ഫതഅല്ലമു മിൻ മഅദൂബതിഹി മസ്തതഅതും. നിങ്ങൾക്ക് സാധിക്കുന്നയത്ര ആ അള്ളാഹു ഇറക്കി തന്ന സദ്യയെ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ആസ്വദിച്ച് പഠിക്കുക. അതാണ് നമ്മുടെ കടമ. അപ്പോഴാണ് നമ്മൾ സംസ്കാരമുള്ള ആളുകളാവുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ കൊണ്ട് സംസ്കരണം സംഭവിച്ച ചരിത്രങ്ങളേറെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടം നമുക്കറിയാം. റസൂലുള്ളാഹി വരുന്ന കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? എല്ലാ തിന്മകളും വ്യാപകമായ കാലഘട്ടം അല്ലേ? കള്ളും പെണ്ണും യുദ്ധവും ഒക്കെ വ്യാപകമായിരുന്ന കാലഘട്ടം. ചരിത്രം പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു, വൈൻ കാനു മിൻ ഖബ്ലു ലഫീ ളലാലിൽ മുബീൻ. വ്യക്തമായ വഴികേട്. ഞാൻ അപ്പുറം വാചകല്ല. എല്ലാ ഇരുട്ടുമുണ്ട് അവിടെ, എല്ലാ തോന്നിവാസവും ഉണ്ട് അവിടെ. എൻ്റെ വീട്ടിൽ വേശ്യയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേശ്യയാണ് എന്നറിയിക്കാൻ സ്വന്തം വീടിന്റെ മുകളിൽ കൊടി കെട്ടി തൂക്കിയ പെണ്ണുങ്ങളുള്ള കാലഘട്ടം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എൻ്റെ വയറ്റിലേക്ക് എത്തേണ്ടത് മദ്യമാണ് എന്ന് വിചാരിച്ച് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മദ്യത്തിന്റെ ചഷകം തൻ്റെ തലയണയുടെ സമീപത്ത് കൊണ്ടുപോയി വെച്ച സമൂഹം. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ മദ്യത്തിന്റെ ചഷകത്തിൽ ഒരു വണ്ട് ചത്തുകിടക്കുന്നത് കണ്ട് പാട്ടുപാടിയ ആളുകൾ. വണ്ടേ നീ എത്ര ഭാഗ്യവാൻ, കുറെ കാലമായി ഞാൻ മദ്യപിക്കുന്നു, പക്ഷേ മദ്യത്തിൽ കിടന്നു മരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, നിനക്കതിന് പറ്റിയല്ലോ എന്ന് പാട്ടുപാടിയ, അത്രമാത്രം മദ്യത്തെ സ്നേഹിച്ചിരുന്ന ആളുകൾ, എല്ലാ തിന്മകളും ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ ഇടയിലേക്ക് പ്രവാചക തിരുമേനി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖുർആൻ ഓതി കൽപ്പിച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുത്തു. അവരെ സംസ്കരിച്ചു, അവർക്ക് മാറ്റം സംഭവിച്ചു. അവരാരായി മാറി? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഉത്തമമായ സമുദായമായി മാറി. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അവർക്ക് മാറ്റം സംഭവിച്ചത്? ഇരുട്ടിൽ ജീവിച്ചിരുന്ന ആ ആളുകൾ അവരെന്തുകൊണ്ട് വെളിച്ചത്തിന്റെ ആളുകളായി? അവരെന്തുകൊണ്ട് പ്രകാശത്തിന്റെ ആളുകളായി? അവരെന്തുകൊണ്ട് ഉത്തമ സമുദായമായി മാറി? ഒറ്റ മറുപടിയുള്ളൂ അതിന്, അവർ ഖുർആനിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഖുർആനിനെ അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്കാരമുള്ളവരാകണമെങ്കിൽ നമ്മൾ എന്ത് സ്വീകരിച്ചാൽ മതി? ഖുർആനെ സ്വീകരിച്ചാൽ മതി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു ഞങ്ങളുടെ ഇടയിലേക്ക്. പ്രവാചക തിരുമേനി വരുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിയ തിന്മകളുണ്ട്, തോന്നിവാസങ്ങളുണ്ട്, മദ്യപിക്കുന്ന ആളുകൾ, വ്യഭിചരിക്കുന്ന പലതുമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഞങ്ങളോട് പറഞ്ഞ എന്താ? ഖുർആൻ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ച തൗഹീദാണ്. ഖുർആനിന്റെ 1/3 തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകൾ പ്രവാചകന്റെ ആദ്യത്തെ പ്രബോധന കാലഘട്ടം തൗഹീദ് പഠിപ്പിക്കാനാണ്. എന്തിനാണത്? ആ തൗഹീദിലൂടെയാണ് ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെടുന്നത്. ഖുർആനിന്റെ ആദ്യ ഭാഗങ്ങൾ 10 വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചതെന്തിനാ? മക്കിയായ സൂറത്തുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ തൗഹീദാണ്. മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന, മനുഷ്യരെ ആലോചിപ്പിക്കുന്ന, പരലോകം ബോധ്യപ്പെടുത്തുന്ന എത്ര ആയത്തുകളാണ്. ആ ആയത്തുകൾ കേട്ടുകൊണ്ടാണ് അവർ സംസ്കാരമുള്ളവരായത്. അവര് അധാർമികമായ ജീവിതം ഒഴിവാക്കി അവർ ധാർമ്മികതയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയും, ഒന്ന്, ഖുർആൻ 100% സത്യസന്ധമാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം. നമ്മളിൽ പല ആളുകൾക്ക് അത് ഉണ്ടായിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമുക്ക് പറ്റുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ഖുർആൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കും, ബാക്കിയുള്ള നമ്മൾ ഒഴിവാക്കും.
അങ്ങനെയാണ് നമ്മളിൽ പല ആൾക്കാരും. ഇപ്പൊ നോക്കുക, പലിശയുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയാഞ്ഞിട്ടാണ് പലിശ ശരിയല്ല എന്നുള്ളത്, പലിശ പാപമാണ് എന്നറിയാഞ്ഞിട്ടാണോ? പക്ഷെ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വായിക്കാനും പഠിക്കാനും ഖുർആനിന്റെ സന്ദേശങ്ങൾ കേൾക്കാനും പല ആൾക്കാരും താല്പര്യമില്ല. കാരണം അവരുടെ ജീവിതം പലിശയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എങ്ങനെയാണ് അവർ ഖുർആൻ കൊണ്ട് സംസ്കാരമുള്ളവരാകുന്നത്? ആ തിന്മയെ അവർക്ക് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുന്നത്? വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ വിവാദം എന്താ? നമുക്ക് പറയേണ്ട ആവശ്യമില്ലേ? നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന ആൾക്കാർ, നമ്മുടെ വിദ്യാർത്ഥികളോട് തുള്ളിപ്പിക്കുന്ന ആൾക്കാർ. അതിനെതിരെ മക്കളോട് പറഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ട്, എത്ര ഉപ്പമാരുമ്മമാരുണ്ട്. ചാനലുകളിൽ നമ്മുടെ കൂട്ടായ്മയുടെ സുന്ദരമായ ചർച്ചകൾ നടക്കുന്നു, നമ്മുടെ പ്രതികരണങ്ങൾ നടക്കുന്നു, ലേഖനങ്ങൾ വരുന്നു. ശരി, അതൊക്കെ ആവശ്യമുള്ളതാണ്. എൻ്റെ ചോദ്യം, എൻ്റെ മകനോട്, എൻ്റെ മകളോട് ഇത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എത്ര രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, എത്ര ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്? എന്തേ ഖുർആൻ അത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കാത്ത? നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്, നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. ആ ഖുർആനിന്റെ കൽപ്പന എന്താ? സംഗീതം പാടില്ല എന്നുള്ളതാണ്, ലജ്ജ വേണമെന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പനകൾ. ആ കൽപ്പനകളെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമുക്ക് പറ്റാതെ പോകുന്നു? പല മുസ്ലിങ്ങളായ ആളുകളുടെയും പ്രതികരണങ്ങൾ എന്താ അറിയോ? എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതൊക്കെ വളരെ നിസ്സാരമായ കാര്യമല്ലേ? അതൊക്കെ ചെറിയ ചെറിയ കാര്യമല്ലേ? ഇതിന്റെ പിന്നിലെ താല്പര്യങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ ഉറക്കെ പറയും ഇതൊരിക്കലും പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ സംസ്കാരമുള്ളവരാണെങ്കിൽ, നമ്മൾ സംസ്കരിക്കപ്പെടണമെങ്കിൽ ഖുർആനിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളുകളായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ചു പോയ ഖുർആൻ അത് ദൈവീകമാണ്, അബദ്ധങ്ങളില്ലാത്ത ഗ്രന്ഥമാണ്, മനുഷ്യന് വഴികാട്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്കറിയാം. അറിഞ്ഞാൽ പോരാ, അത് ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അത് ആ രീതിയിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ് അവർക്ക് വിശ്വാസപരമായ സംസ്കരണം സംഭവിച്ചത്. അവര് മക്കളെ ജീവനോടുകൂടെ കൊഴിച്ചു മൂടിയ ആൾക്കാരായിരുന്നു. മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ റഹിമഹുല്ലാ ഹഫിളഹുല്ലാ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകം സ്ത്രീകളുമായി ബന്ധപ്പെട്ട, സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന അവകാശങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വൈകാരികമായി പറഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണ്, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം എന്താണ്, അത് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഉപമ, ഒരു ഉദാഹരണം എന്താ അറിയോ? ജാഹിലിയ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് അവരുടെ ഭാര്യ ഗർഭിണിയായാല് ആ പ്രസവത്തിന്റെ സമയമാകുമ്പോൾ ഭാര്യനെയും കൊണ്ട് ഭർത്താവ് പോകും, ഒരു മരുഭൂമിയിലെ വിജനമായ ഒരു സ്ഥലത്തേക്ക് പോകും. അയാൾ അവിടെ ഒരു കുഴി കുത്തുന്നതാണ്, ഒരു കുഴി കുത്തും. ആ കുഴിയുടെ സമീപത്ത് വെച്ചാണ് പേറ്റുനോവ് അനുഭവിക്കുന്ന ഭാര്യയോട് പ്രസവിക്കാൻ പറയാ. ആ വേദന അനുഭവിക്കുമ്പോൾ അവളെയും കൊണ്ട് പോകുക പ്രസവിക്കാൻ വേണ്ടിയിട്ട്. കുത്തിവെച്ച കുഴിയുടെ സമീപത്ത് വെച്ച് അവളോട് പ്രസവിക്കാൻ പറയും. അവിടുന്ന് അവൾ പ്രസവം കഴിഞ്ഞാൽ അയാളൊന്ന് നോക്കും, ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. ജനിച്ചത് പെൺകുട്ടിയാണ് എങ്കിൽ തൻ്റെ കാല് കൊണ്ടൊരു തട്ടുകൊടുക്കും ആ കുഴിയിലേക്ക് ആ കുട്ടിയെ. എൻ്റെ വാചകമല്ല, മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച പ്രയോഗങ്ങളാണിത്. ഞാനത് മലയാളത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം. തൻ്റെ കാല് കൊണ്ടൊരു തട്ടുകൊടുക്കും ആ കുഴിയിലേക്ക്. ഒരു മടിയും കൂടാതെ ആ കുത്തിയ കുഴിയിലെ മണ്ണുകൾ വീണ്ടും ആ കുഞ്ഞിന്റെ മുകളിലേക്ക്, ജീവനുള്ള കുഞ്ഞിന്റെ മുകളിലേക്ക് തള്ളിയിട്ട് തൻ്റെ ഭാര്യയെയും കൂട്ടി അദ്ദേഹം തിരിച്ചു പോരും. ഈ ആളുകൾ എന്ന ആയത്തുകൾക്കും അവർ കരയുന്ന അവസ്ഥയിലേക്ക് മാറിയത് എങ്ങനെയാണ്? അത്തരമൊരു സംസ്കാരത്തിലേക്ക് അവർ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവരുടെ നെഞ്ചിലേക്ക് കയറി എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ കാരണം. സംസ്കാരമുള്ളവരാകണമെങ്കിൽ ഖുർആനിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ആ ഖുർആനിലെ കൽപ്പനകളെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഖൈസ് ബിൻ അബി ഹാസിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കരയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കരയുന്നത് കണ്ട ഭാര്യ ചോദിച്ചു, ഭാര്യയും കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞു. അപ്പൊ ഭർത്താവ് ചോദിച്ചു, മായുബിക്കിക്ക്, നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ കരയുന്നത്? അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങൾ കരയുന്നത് കണ്ടു, അതുകൊണ്ട് സങ്കടമായി കരയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കരയാനുള്ള കാരണം എന്താ അറിയോ? വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ്. ഏതാണ് ആയത്തുകൾ? كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. ഈ 2 ആയത്തുകളാണ് എന്നെ കരയിപ്പിച്ചത് എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. ഈ 2 ആയത്തുകൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ആയത്തിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം എന്താ? നാളെ പരലോകത്ത് അല്ലാഹു എല്ലാവരെയും നരകത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതാണ്. നരകത്തിന്റെ സമീപത്തേക്ക് എല്ലാവരെയും കൊണ്ടുവരും. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും
മനുഷ്യരായി പിറന്ന എല്ലാവരും നരകത്തിന്റെ സമീപത്ത് വരും. എന്നിട്ടോ ആ നരകത്തിന്റെ സമീപത്തു നിന്ന് അവിടുന്ന് ചില ആൾക്കാരെ അള്ളാഹു രക്ഷപ്പെടുത്തും. ആരെയാണ്? തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച, ഭക്തിയോടുകൂടെ ജീവിച്ച ആൾക്കാരൊക്കെ അവിടുന്ന് രക്ഷപ്പെടും. ബാക്കിയുള്ള ആൾക്കാരെന്ത് ചെയ്യും? അവിടെ ഉപേക്ഷിക്കും. അവർ നരകത്തിന്റെ ആളുകളാണ്. ഈ ആയത്ത് അദ്ദേഹത്തെ കരയിപ്പിക്കുകയാണ്. ഈ ആയത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ആയത്ത് കേട്ടപ്പോൾ. എന്തുകൊണ്ടാണത്? ഖുർആൻ സ്വാധീനിക്കുകയാണ്. ഖുർആനിനെ അദ്ദേഹം ഉൾക്കൊള്ളാണ്. അദ്ദേഹം ആലോചിക്കുകയാണ്, നാളെ ആ നരകത്തിന്റെ മുന്നിൽ ഉപേക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അതാണ് ഖുർആൻ സംസ്കരിക്കപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരിക്കലും അസുഖം വരുന്നുണ്ട്. അദ്ദേഹത്തിന് രോഗമായതിന്റെ കാരണം ആർക്കും അറിയില്ല. രോഗിയായി. പലരും പറയും ഞങ്ങൾ അദ്ദേഹത്തെ രോഗിയായപ്പോൾ സന്ദർശിക്കാൻ പോയി. എങ്ങനെയാണ് ഉമർ അള്ളാഹിന് രോഗം വന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്ത് രോഗത്തിന്റെ കാരണം? ചരിത്രം പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്ന സമയത്താണ് മദീനത്തെ പള്ളിയിലൂടെ അതിന്റെ സമീപത്തുകൂടെ രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന കണ്ടു. ആ നിസ്കരിക്കുന്ന മനുഷ്യൻ ഓതുന്ന ആയത്തേതാ? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ ആയത്താണ്. ഈ ആയത്ത് ഇങ്ങനെ അദ്ദേഹം ഓതുകയാണ്. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു, അത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കും തന്നെ കഴിയില്ല എന്ന ആയത്ത് അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്യണം. ഈ ആയത്ത് ഓതുന്നത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ പ്രയാസം ഉണ്ടായി. അദ്ദേഹം രോഗിയായി മാറി. അതിനെക്കുറിച്ച് ആലോചിച്ച് രോഗിയായി മാറി. അങ്ങനെയാണ് അദ്ദേഹം ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് രോഗം വന്നത്. അപ്പോഴാണ് ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഖുർആനിലെ ഒരായത്ത് ഒരാൾക്ക് രോഗം ഉണ്ടാക്കുക. ഖുർആനിലെ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് പേടിയാകും മനുഷ്യന്മാർക്ക്. പ്രിയപ്പെട്ടവർ, ഞാനും നിങ്ങളൊക്കെ എത്ര കാലമായി ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട്? ഏതായത്താണ് നമ്മളെ ഭയപ്പെടുത്തിയത്? ഏതായത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഭയമിട്ട് തന്നത്? ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ. ഖുർആൻ മറ്റുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്തുകൊണ്ടെന്നറിയോ? ഖുർആനിന്റെ ആശയം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ഒരിക്കൽ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുന്ന സമയത്ത് തമീം ഗോത്രക്കാരായ ഒരു നിവേദക സംഘം നബിന്റെ സദസ്സിലേക്ക് വന്നിരുന്നു. തമീം ഗോത്രക്കാര്. അപ്പോൾ ആ തമീം ഗോത്രക്കാര് അവർ തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം, ഒരാളെ നേതാവാക്കണം. അപ്പൊ ആരെ ആക്കണം നേതാവ്? ചർച്ചയായി. അതിൽ അബൂബക്കർ റളിയല്ലാഹു ഒരു അഭിപ്രായമുണ്ട്, ഉമർ റളിയല്ലാഹു വേറെ അഭിപ്രായമുണ്ട്. രണ്ടാൾ രണ്ട് അഭിപ്രായം പറഞ്ഞു. രണ്ടുപേരും പ്രഗത്ഭരാണ്. രണ്ടാളുടെ അഭിപ്രായം നല്ലതാണ്. ആ അഭിപ്രായത്തിൽ രണ്ടുപേരും ഉറച്ചു നിന്നു. അങ്ങനെ എന്തു ചെയ്തു? അവരുടെ സംസാരം ഒച്ചത്തിലാവാൻ തുടങ്ങി. നബിൻ്റെ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരം ഇങ്ങനെ ഒരൽപ്പം ശബ്ദം കൂടി അതിങ്ങനെ കൂടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവർ ഉറക്കെ സംസാരിച്ചു. അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തി നബി എന്ന് പറയുന്ന ആയത്തിറങ്ങുന്നത് അപ്പോഴാണ്. ഈ ആയത്തിറങ്ങിയ സമയത്ത് ചരിത്രം പറഞ്ഞ എന്തറിയോ? ഈ ആയത്തിറങ്ങി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയതിന് ശേഷം നബിയോട് വല്ലതും പറഞ്ഞാൽ നബിക്ക് എന്താ ഉമർ റളിയല്ലാഹു പറഞ്ഞെന്ന് മനസ്സിലാവില്ല. അത്രയും പതുക്കെ പറയാം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം ആ ആയത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി, അദ്ദേഹത്തെ പേടിപ്പിച്ചു. ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണിത്. ഖുർആൻ കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ച സംസ്കരണമാണത്. അവിശ്വാസികളെ പോലും ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചില സമയങ്ങളിൽ മാറ്റിയിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിൽ വെച്ച് ഖുർആനിലെ ഒരു സൂറത്ത് പാരായണം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളടക്കം എല്ലാ ആൾക്കാരും അവർ പരിസരം മറന്ന് അതിൽ ലയിച്ചു പോയ ചരിത്രമുണ്ട്. പരിസരം മറന്ന് അവർ ലയിച്ചു. കാരണം ഖുർആൻ്റെ ഒരു വശ്യത ഉണ്ട്, ഖുർആൻ്റെ ഒരു അനുഭൂതിയുണ്ട്, അല്ലേ? സുജൂദ് ചെയ്യാനുള്ള ആയത്ത് വന്നപ്പോൾ അവിശ്വാസികളായ ആളുകൾ അവരെല്ലാവരും സുജൂദ് ചെയ്ത ചരിത്രമുണ്ട്. ആ കേട്ട ആളുകളൊക്കെ സുജൂദ് ചെയ്ത ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ കൊണ്ട് സംസ്കരണം സംഭവിക്കണമെങ്കിൽ എന്തു വേണം? ഖുർആനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അതാണ് മുൻഗാമികൾക്ക് മാറ്റേണ്ടത്. അവർ ഖുർആനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം, ഖുർആൻ നമ്മെ എവിടെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ എവിടെയാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരിക്കൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്താണ് സംഗീതം ആസ്വദിക്കുന്ന പരിപാടി നിർത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്താണ് സംഗീതം ഒഴിവാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ ആയത്ത് പോലെ വിശുദ്ധ ഖുർആനിലെ ഓരോരോ ആയത്തുകളും പഠിച്ചവരാ നമ്മൾ. നമുക്ക് പറയാൻ പറ്റുമോ ഖുർആനിലെ ഇന്ന ആയത്ത് കൊണ്ട് എനിക്ക് ഇന്ന മാറ്റം ഉണ്ടായിക്കിടന്ന്, ഖുർആനിലെ ഇന്ന ആയത്ത് കൊണ്ടാണ് എനിക്ക് മാറ്റമുണ്ടായത് എന്ന് പറയാൻ സാധിക്കണം. അപ്പോഴാണ് സംസ്കാരമുള്ള ആൾക്കാരാകുന്നത്, ഖുർആൻ കൊണ്ട് മാറ്റം സംഭവിച്ച ആളുകളായി മാറാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അതേപോലെ തന്നെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യം അശ്ലീലതകൾ കാണാൻ പാടില്ല. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് പടച്ചോൻ. ഈ ആയത്ത് അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഈ ആയത്ത് പഠിക്കാത്ത ആരാ നമ്മുടെ കൂട്ടത്തിൽ? യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എന്ത് രഹസ്യമാക്കി വെച്ചാലും ആരിൽ നിന്നൊക്കെ ഒളിച്ചു വെച്ചാലും പടച്ചോനത് കാണും. അറിയാത്ത ആരാളുള്ളത്? എന്നാൽ നമ്മുടെ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ മുന്നിലാണ്. ഞാൻ ഈ ഫോൺ തുറന്നു വെച്ചാൽ എൻ്റെ ദൃഷ്ടി ഈ ഫോണിലാണ്. ഞാൻ ഈ ഫോണിൽ കാണുന്നത് എന്താണ് എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾക്കും അറിയില്ല. എനിക്കെന്തും കാണാം, എന്തും കേൾക്കാം. ഇന്നത്തെ ദിവസം, ഈ ഒരൊറ്റ ദിവസം രാവിലെ മുതൽ ഇതാ ഈ സമയം വരെയുള്ള സമയത്തിനിടയിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച, വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റിയ നമുക്ക് പറയാൻ പറ്റുമോ? ഒരശ്ലീലമായ ചിത്രവും ഒരശ്ലീലമായ വാർത്തയും ഒരു ലിങ്കും ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റണം നമുക്ക്. അപ്പോഴാണ് ഖുർആൻ ഉൾക്കൊള്ളുന്ന ആൾക്കാരാകുന്നത്. അള്ളാഹു കാണുമെന്ന ബോധം കൊണ്ട്, ഖുർആനിലെ അള്ളാഹു കാണുമെന്ന ചിന്ത കൊണ്ട് അശ്ലീലതകൾക്ക് എതിരെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാവണം. നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണിത്. മൈമൂൻ ബിൻ മിഹ്റാൻ ഒരു ചരിത്രമുണ്ട്. മൈമൂൻ ബിൻ മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഭരണാധികാരിയാണ്, പ്രമുഖനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരിക്കൽ ഒരു അദ്ദേഹത്തിന്റെ ഭൃത്യ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൃത്യ ഒരു പാത്രത്തിൽ കറിയുമായിട്ടാണ് വരുന്നത്. ആ ഒരു പാത്രത്തിൽ കറിയുണ്ട്. ആ കറിയുമായി വരുന്ന സമയത്ത് ആ ഭൃത്യയുടെ കയ്യിൽ നിന്ന് താഴെ വീണു. താഴെ വീണ ഉടനെ ആ പാത്രം പൊട്ടി, അതിലെ കറി പോയി. അതിനേക്കാൾ വലിയ പ്രശ്നം, അതിലെ ഒരു പാത്രത്തിന്റെ ഒരു ഭാഗം ഭരണാധികാരിയുടെ കാലിൽ കൊണ്ടു. അദ്ദേഹത്തിന്റെ കാല് മുറിവുമായി. 3 പ്രശ്നം ഉണ്ടായി. പാത്രം പൊട്ടിയിട്ടുണ്ട്, കറി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം പോയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഭരണാധികാരിയുടെ കാലിൽ മുറിവുമായി. കാലിൽ മുറിവായ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഫഅറാദ മൈമൂൻ ഉദ്ദേശിച്ചു, ആ പെണ്ണിനെ അടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അദ്ദേഹം അടിക്കാൻ വേണ്ടി ചെന്നു. ഫഖാലത്തിൽ ജാരിയ, അപ്പൊ ആ അടിമ പെണ്ണ് പറഞ്ഞു, യാ മൗല, എൻ്റെ യജമാനനെ. ആ പെണ്ണ് വിളിച്ച് അടിക്കാൻ വേണ്ടി വന്ന പറഞ്ഞു, എൻ്റെ യജമാനനെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കലാമ് നിങ്ങൾക്ക് കേട്ടൂടെ? അള്ളാഹുവിൻ്റെ ആയത്ത് നിങ്ങൾക്ക് കേട്ടുകൂടെ എന്നൊരു ചോദ്യം ആ പെണ്ണ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ ആയത്ത്? എന്താണ് അള്ളാഹുവിൻ്റെ സംസാരം? എന്താണ് എന്താ അള്ളാഹ് പറഞ്ഞത്? ആ പെണ്ണ് പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ കാലിമീനൽ ഗൈൽ, ദേഷ്യത്തെ പിടിച്ചു വെക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അടിക്കാൻ വരുന്ന സമയത്താണ് ഈ പെണ്ണി ആയത്ത് ഓതി കൊടുക്കുന്നത്. ഈ ആയത്ത് കേട്ട ഉടനെ മഹാനായ മൈമൂൻ ബിൻ മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാൻ അതേപോലെ പ്രവർത്തിച്ചു. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞാണ് ദേഷ്യത്തെ പിടിച്ചു വെക്കണം. ഞാൻ എൻ്റെ ദേഷ്യത്തെ പിടിച്ചു വെച്ചു. ഉടനെ ആ പെണ്ണ് പറഞ്ഞു, യഅമൽ ബിമാ ബഅദഹു. അതിന്റെ തൊട്ടുപിറകെ അള്ളാഹു വേറൊരു കാര്യം പറഞ്ഞത്, അതുകൂടെ നിങ്ങളൊന്ന് പ്രവർത്തിച്ചോളൂ, അതുകൂടെ നിങ്ങൾ ചെയ്തോളൂ. എന്നിട്ട് ആ പെണ്ണ് ഓതി കൊടുത്തു, വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. ദേഷ്യത്തെ പിടിച്ചു വെക്കണം, ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഖദ് അഫൗതു അൻകി, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു, എൻ്റെ ദേഷ്യം പോയി, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഉടനെ ആ പെണ്ണ് പറഞ്ഞു, ഫഖാലത്തിൽ ജാരിയ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു അവസാനിപ്പിക്കുന്ന ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? അള്ളാഹു മുഹ്സിനുകളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മുഹ്സിനുകളായ ആളുകളെ, നന്മ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നാണ് അള്ളാഹു പറയുന്നത്. ഉടനെ മഹാനായ മൈമൂൻ ബിൻ മിഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖദ് അഹ്സൻതു ഇലൈകി ഫഅൻതി ഹുറത്തുൻ ലിവജ്ഹില്ലാഹി തആല. അടിമയായ ആ പെണ്ണിനെ അദ്ദേഹം സ്വതന്ത്രയാക്കി, മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ആയത്ത് കേൾക്കാത്തവരാ നമ്മൾ, ഈ ആയത്ത് വായിക്കാത്തവരാ നമ്മൾ. വൽ കാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ജീവിതത്തിൽ പലതവണ കേട്ടവരാണ് നമ്മൾ. സ്വന്തം ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. ഓർമ്മ വരാറുണ്ടോ ഈ ആയത്ത്? അല്ലേ? മക്കളോട് ദേഷ്യപ്പെടുന്നവരാണ്. വിട്ടുവീഴ്ച കാണിക്കണമെന്ന് അറിയാത്തവരാണോ നമ്മൾ? നന്മ ചെയ്യണമെന്ന് അറിയാത്തവരാണോ? എവിടെയാണ് ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചത്? ഈ ആയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് തല്ലാൻ അധികാരമുണ്ട്, അദ്ദേഹം ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ ആ വൃത്തിയുടെ കയ്യിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിന്റെ ആയത്തിന് മുമ്പിൽ അവിടെ നിന്നു അദ്ദേഹം. മഹാനായ ഉമർലാന്റെ കാലഘട്ടത്തിൽ ഉമർലാനെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഒരു അറാബിയായ മനുഷ്യൻ അനുവാദം ചോദിച്ച് നേരെ ഉള്ളിൽ കയറി. എന്നിട്ട് ഉമർലാന് പറഞ്ഞു, ഉമറെ നിങ്ങൾ നീതി പാലിക്കണില്ല, ഉമറെ നിങ്ങൾ നീതി കാണിക്കുന്നില്ല. അപ്പൊ ഉമർലാന് ദേഷ്യം വന്നു. ഉമർലാന് ദേഷ്യം വന്നത് മനസ്സിലാക്കിയ അനുചരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു പറഞ്ഞിട്ടില്ലേ, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലുകളായ ആളുകളെ വിട്ടുകളയണമെന്ന് പറഞ്ഞിട്ടില്ലേ?
വിട്ടുവീഴ്ച കാണിക്കണം. ജാഹിലുകളായ ആളുകളെ വിട്ടുകളയെന്ന് പറഞ്ഞിട്ടില്ല. ഇയാൾ ജാഹിലാണ്, അയാൾ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട. ഹദീസിലെ പ്രയോഗം എന്താ? വകാന വഖാഫൻ ഇൻദ കിതാബില്ല. ആ ആയത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ആ കൽപ്പനക്ക് മുമ്പിൽ ഉമർ അവിടെ നിന്നു. അവിടെ നിന്നു, ദേഷ്യം പോയി, പ്രശ്നം തീർന്നു. അപ്പോഴാണ് ഖുർആന്റെ ആയത്താണ് അവരെ സംസ്കരിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അതിന്റെ ഓരോ ആയത്തുകളും പഠിച്ച് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. സൗദി അറേബ്യയിൽ കുറച്ചു കാലം പ്രബോധകനായി ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു ദിവസം പരിശുദ്ധ ഹറമിലെ ഇമാമുമാരുടെ കൂട്ടത്തിലെ ഒരു ഇമാമു വന്നു. അദ്ദേഹം ഞങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഏകദേശം 30ഓളം പ്രബോധകന്മാരുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, ഹംദും സലാത്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രബോധകന്മാരാണ്, നിങ്ങൾ സത്യസന്ധന്മാരാകണം. നിങ്ങൾ സത്യസന്ധന്മാരാകണം. പ്രബോധകരുടെ അടയാളമാണ് സത്യം പറയുന്നവരാവുക എന്നുള്ളത്. എന്നാൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, അറബ് പണ്ഡിതന്മാരുടെ ശൈലിയാണ്. എന്തൊരു വാദം പറയുമ്പോഴും അതിന് തെളിവ് അവർ പറയും. ഖുർആനിൽ ഒരു തെളിവ് അവർ ഉദ്ധരിക്കും. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ ആയത്താണ് അദ്ദേഹം ഓതിയത്. അതിലിവിടെ സത്യസന്ധനാകണമെന്ന ഒരു പ്രത്യക്ഷത്തിൽ നേരിട്ട് വായിക്കുമ്പോൾ സത്യസന്ധനാകണമെന്ന ആയത്ത് എവിടെ? അതിൽ കൽപ്പന എവിടെ? അതിൽ ഖുർആന്റെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ സത്യസന്ധനാകണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം വന്നു. അതെന്നെ അത്ഭുതമാണ്. ആ പ്രയോഗങ്ങളിൽ പോലും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അന്തരെന്ന് വിളിച്ച് പരിഹസിക്കുന്ന എന്തിനാ? അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂമിന്റെ പേര് പറഞ്ഞൂടെ എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. ആളുകൾ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അഹ്മാൻ എന്തിനാ ഖുർആൻ പ്രയോഗിച്ചത്? മുഫസ്സിറുകൾ നൽകിയ മറുപടിയുണ്ട്. അവിടെ എങ്ങാനും അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവിടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പിന്നെ ആ സൂറത്തിന് പ്രസക്തിയില്ല, പിന്നെ ആയത്തിന് പ്രസക്തിയില്ല. കാരണം എന്താ? അന്ധനായ മനുഷ്യൻ വന്നു. അപ്പോഴേ ആ കാര്യം മനസ്സിലാക്കുള്ളൂ. അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തൻ്റെ മുമ്പിലുള്ള ആളുകളോട് ദഅവത്ത് നടത്താണ്. പ്രവാചകൻ ദഅവത്ത് നടത്താണ്. പ്രവാചകൻ മുഖം തിരിച്ചു. മുഖം തിരിച്ചത് ആര് കണ്ടിട്ടില്ല? അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം കണ്ടിട്ടില്ല. അദ്ദേഹം അറിഞ്ഞിട്ടുമില്ല. അദ്ദേഹം സലാം പറഞ്ഞു, നബി സലാം മടക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു. നബിയെ വിമർശിച്ചുകൊണ്ട് ആ പദം പറയുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് പണ്ഡിതന്മാർ. നബിയെ ഗുണദോഷിച്ചുകൊണ്ട്, നബി ചെയ്തത് നല്ലതാണ്, കുറച്ചുകൂടെ നല്ലത് എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെക്കാൻ ആരും അറിയില്ല, ആരും അറിഞ്ഞിട്ടില്ല. നബി മുഖം തിരിച്ചത് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം കണ്ടിട്ടില്ല, വിശ്വാസികൾ കണ്ടിട്ടില്ല. പ്രവാചകന് മറച്ചു വെക്കാമായിരുന്നു. പക്ഷെ പ്രവാചകൻ എന്ന മുഹമ്മദ് എന്ന പ്രവാചകൻ സത്യസന്ധനായിരുന്നു. അതാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ല, ഖുർആന്റെ ആയത്തുകളെ ആഴത്തിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഖുർആൻ ക്ലാസ്സിലെ പഠിതാക്കളാണ്, ഖുർആൻ കേൾക്കുന്ന ആൾക്കാരാണ്, വായിക്കുന്ന ആൾക്കാരാണ്. അതിലെ ഓരോ ആയത്തുകളും ആഴത്തിൽ പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം അവസാനിക്കാറായി. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കാൻ സമയം കണ്ടെത്തണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം ഒരിക്കൽ ആയത്ത് കേൾക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ഇന്നഹു ലന്ന അല്ല യഹൂർ എന്നൊരായത്ത് കേട്ടു. ഇന്നഹു ലന്ന അല്ല യഹൂർ. ഈ ആയത്തിന്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്തിലെ യഹൂർ എന്ന പദം അതെന്താന്ന് മനസ്സിലായില്ല. ഇന്നഹു ലന്ന അല്ല യഹൂർ. സാധാരണ അറബികൾ, പ്രത്യേകിച്ച് അവിടുത്തെ ഭാഷയിൽ ഈ ഹാറ യഹൂർ എന്ന പദം അധികം ഉപയോഗിക്കാറില്ല. അറബികൾ അവരുടെ സംസാര ഭാഷയിൽ നിന്നും അധികം ഉപയോഗിക്കാത്തൊരു പദമാണ്, ഇപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അതെന്താന്ന് മനസ്സിലായില്ല. അദ്ദേഹം പറയാണ്, മകുൻതു അദ്രി മാ യഹൂർ. യഹൂർ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആ പദം തേടി ഇറങ്ങി. അങ്ങനെ അദ്ദേഹം ആ പദത്തിന്റെ അർത്ഥം തേടി ഇറങ്ങാണ്. രാവിലെ മുതൽ അദ്ദേഹം എങ്ങനെ അന്വേഷിക്കുകയാണ്, പലരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. ആ പദം സാധാരണ ഉപയോഗിക്കുന്ന പദമല്ല, അതുകൊണ്ട് ആർക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹം വൈകുന്നേര സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാണ്. അർത്ഥം കിട്ടിയില്ല അദ്ദേഹത്തിന്, വീട്ടിലേക്ക് മടങ്ങാണ്. തഫ്സീറിൽ കാണാൻ പറ്റും, ആ സമയത്ത് അദ്ദേഹം ഒരു വൃദ്ധയായ ഒരു പെണ്ണിനെ കണ്ടു, ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടു. അങ്ങനെ ആ വൃദ്ധയായ സ്ത്രീ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആ വൃദ്ധ പോകുന്ന സമയത്ത് ആ പെണ്ണ് തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവരവരുടെ പറമ്പിലേക്ക്, സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവരവരുടെ പെൺകുട്ടികളെ വിളിച്ചു. ഹൂരി
ഹൂരി എന്ന് പറഞ്ഞങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പദത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അദ്ദേഹം പറയാണ്, ഹത്ത സമിഅതു അറാബിയതൻ തദ്ഉ ബുനിയാതൻ. ആ പെണ്ണ് അവരുടെ കുട്ടികളെ വിളിക്കുന്നത് വരെ എനിക്കതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? ഇർജിഇ, മടങ്ങി വരൂ എന്നാണ്. മടങ്ങി വരാൻ. ആ ഉമ്മയുടെ, ആ സ്ത്രീയുടെ കുട്ടികൾ അവർ പറമ്പിലിങ്ങനെ മൃഗങ്ങൾ നോക്കുക, അങ്ങനെ എന്തോ ഒരു പണിയിലാണ്. അപ്പോൾ അവരെ തിരിച്ചു വിളിക്കണം, വൈകുന്നേര സമയമായി, നിങ്ങൾ മടങ്ങി വരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം എന്താ? ഇന്നഹു ലന്ന അല്ല യഹൂർ, തീർച്ചയായും അവൻ ധരിച്ചു അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റഈസുൽ മുഫസ്സിരീൻ, റഈസുൽ മുഫസ്സിരീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചരിത്രം പഠിക്കാത്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ നിർബന്ധമായും വായിക്കേണ്ട ചരിത്രമാണ്. അറബി ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കാണാം ഖാലൽ ബഹർ, ഖാലൽ ബഹർ. ബഹർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം, കടലിലുള്ള ആൾക്കാരല്ലേ, കടൽ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പുതുതായിട്ട് അറബി വായിക്കണ ഒരാൾ ഖാലൽ ബഹർ, എന്താ ഈ ബഹർ പറഞ്ഞു, അവിടെ മനസ്സിലാക്കേണ്ടത് ബഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആണ്. അത്രമാത്രം വലിയ പണ്ഡിതനായിരുന്നു അവർ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. വിശാലമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. 2, 3, 4 ക്ലാസ്സുകൾ എടുത്താൽ പോലും തീരാത്ത അത്രമാത്രം വിശാലമാണ്. അതുകൊണ്ട് തന്നെ വായിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അപ്പം ഞാൻ പറയുന്നത്, ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരായത്തിൻ്റെ അർത്ഥം, ഒരു പദം കിട്ടാത്തവർ ഇറങ്ങി അന്വേഷിച്ച് പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മൾ നിരന്തരം പഠിക്കാൻ, നിരന്തരം ദീന് പഠിക്കാൻ, പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സമയം കണ്ടെത്തണം. സഹോദരങ്ങൾ, ഈ ഖുർആൻ നമ്മളെ മാറ്റും. ഈ ഖുർആൻ്റെ ആശയങ്ങൾ നെഞ്ചകത്തേക്ക് കയറിയാൽ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാകും. അമേരിക്കയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു വിനോദയാത്ര പോകുന്നുണ്ട്. ആ വിനോദയാത്രക്കിടയിൽ ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ്റെ ഒരു തഫ്സീർ കയ്യിൽ വെച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സഹയാത്രികൻ, സീറ്റിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ആൾ, അദ്ദേഹം ആ ഖുർആൻ ചോദിച്ചു. അയാൾക്കറിയില്ല, അത് ഖുർആനൊന്നും അറിയില്ല. അദ്ദേഹം ചോദിച്ചു, ഇതെന്താ ഈ പുസ്തകം ഞാൻ വായിച്ചോട്ടെ? അങ്ങനെ അദ്ദേഹം ആ പുസ്തകം കൊടുത്തു, ഖുർആൻ കൊടുത്തു, പരിഭാഷ കൊടുത്തു. അയാൾ മറിച്ചു നോക്കി. 1-ാമത്തെ അധ്യായം എന്താ? ഫാത്തിഹ. ഒന്നും മനസ്സിലായില്ല അയാൾക്ക്. വീണ്ടും മറിച്ചു, സൂറത്തുൽ ബഖറ, കൗ. ട്രാൻസ്ലേഷനാണ്. അപ്പോൾ കൗ എന്ന് കണ്ടപ്പോൾ അയാൾക്കൊരു കൗതുകം. എന്താ പശുവിനെ കുറിച്ച് ഇതിലെന്താ പറയുക? ഈ പുസ്തകത്തിൽ പശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? അങ്ങനെ വായിക്കുന്ന അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ആ ആയത്തിൻ്റെ അർത്ഥം അദ്ദേഹം വായിക്കാണ്. ഇത് തന്നെയാകുന്നു ഗ്രന്ഥം, ഇതിൽ യാതൊരു സംശയവുമില്ല, ഇതിൽ യാതൊരു സംശയവുമില്ല. ആ കുട്ടി വീണ്ടും പേജ് തുടക്കത്തിൽ തന്നെ മറിച്ചു, ആദ്യത്തെ പേജിലേക്ക് മറിച്ചു. ഇതിൻ്റെ ഓദർ ആരാ? ഇത് എഴുതിയ ആളാരാ? സാധാരണ ഒരു പുസ്തകം, നമ്മളൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതിയ ആൾക്കാരെ കണ്ടിട്ട് പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിലെന്താ ഉള്ളത്? ഈ പുസ്തകത്തിൽ എന്ത് അബദ്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്നാ നമ്മളൊക്കെ എഴുതാറുള്ളത്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയണം എന്താ? ഇതിൽ യാതൊരു അബദ്ധമല്ല എന്നാ, ഒരു പ്രശ്നമല്ല എന്നാ. അപ്പോൾ കൂട്ടുകാരനോട് ചോദിച്ചു, ഇതിൻ്റെ ഓദർ ആരാ? ഈ പുസ്തകം ആരാ എഴുതിയതാ? ആ കൂട്ടുകാരൻ പറഞ്ഞു, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. ഇത് പടച്ചോനെടുക്കുന്ന ഇറങ്ങിയ ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ആയത്താണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന ആയത്താണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്, അദ്ദേഹത്തെ നല്ല മുസ്ലിമായി ജീവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഖുർആൻ്റെ പ്രത്യേകത, അതാണ് ഖുർആൻ്റെ വശ്യത എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ചില കാഴ്ചകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോതി. ഇവിടെ എൻ്റെ സുഹൃത്ത് ബാവക്കണ്ട്, നൗഫൽ, പല ആൾക്കാർ, എനിക്കറിയുന്ന ജുബൈലിലെ പല സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അറിയാവുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ഷെയ്ഖ് യൂസുഫ്. അദ്ദേഹം മരിച്ചുപോയി. ഫിലിപ്പീനി ദായിയാണ് അദ്ദേഹം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളോതി അദ്ദേഹം സംസാരിക്കും. 100 കണക്കിന് ആളുകളുടെ ക്യാമ്പുകളിൽ പോയി വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓതും അദ്ദേഹം. വിശുദ്ധ ഖുർആൻ്റെ ആയത്തോതി അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും. ആ സംസാരം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും 20, 30, 40, 50 ആളുകൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ പറയും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ സദസ്സിൻ്റെ മുമ്പിൽ സംസാരത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി പറയുന്നൊരു വാചകമല്ല ഇത്. സൗദി അറേബ്യയിലെ പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. 10,000-ലധികം ആളുകൾ അദ്ദേഹം കാരണം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. 10,000-ലധികം ആളുകൾ. എന്തുകൊണ്ട് സാധിച്ചു? ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം, ക്രൈസ്തവനായിരുന്നു അദ്ദേഹം. ജുബൈലിൽ ഏതോ ഒരു വർക്ക്ഷോപ്പിൽ, ഒരു വണ്ടി നന്നാക്കുന്ന മെക്കാനിക് ഷോപ്പിൽ അദ്ദേഹം ജോലി ചെയ്യാൻ വന്ന ആളാണ്. ഏതോ ഒരാൾ കൊടുത്ത യേശു ക്രിസ്തു ആരാണ് എന്ന, ജീസസ് ആരാണ് എന്ന ലഘുലേഖ വായിച്ച് പഠിച്ച് ഇസ്ലാം മനസ്സിലാക്കി പ്രബോധകനായി മാറി 10,000-കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാമിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഖുർആനാണ് അദ്ദേഹം ഓതിയത്. അതേ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതേ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരികളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, QHLSൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഒഴിവാക്കരുത്. എന്ത് തിരക്കുണ്ടെങ്കിലും ഖുർആൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. അന്നൂറുണ്ട്,
കേൾക്കാനുള്ള സംവിധാനമാണ്. നമ്മളൊക്കെ വാഹനമുള്ള ആൾക്കാരാണ്. വാഹനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, MP3 ഉപയോഗിച്ച് നിരന്തരം ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരമുണ്ട്. യാത്രകളിൽ മറ്റുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കി ക്ലാസ്സുകൾ കേൾക്കുക. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ജുബൈലിൽ നിന്ന് റോയൽ കമ്മീഷൻ ഏരിയയിലേക്ക് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞാൽ യാത്ര ചെയ്യും, എല്ലാ ദിവസവും യാത്ര ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നും പോകണം, എന്തിനാ? അദ്ദേഹം ആ യാത്രയിലാണ് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലയുടെ അദ്ദേഹത്തിൻ്റെ പിന്നെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പ്രഭാഷണ പരമ്പര, അതേപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന അങ്ങനെ യാത്രയിലാണ്. ഓരോ യാത്ര വെറുതെ പോകുക, എണ്ണക്ക് പൈസ കുറവാണ് അവിടെ. നമ്മൾ യാത്രകളിൽ എന്ത് ചെയ്യണം? മൗലവിൻ്റെ ക്ലാസ് ഉണ്ട്, ജബ്ബാർ മദീൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എത്രയോ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. കേൾക്കണം നമ്മൾ. അതിലൂടെയാണ് നമുക്ക് മാറ്റം വരിക. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ആളുകളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്ത് നിന്ന് നമ്മളിലേക്ക് ഇറക്കി തന്ന ഒരു കയറാണ്. അതിൻ്റെ ഒരു വശം അള്ളാൻ്റെ കയ്യിലാണ്, അതിൻ്റെ മറുവശം നമ്മുടെ കൈകളിലാണുള്ളത്, അതുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ, എൻ്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നമസ്കാരം മുനാജാത്താണ്, അള്ളാഹുമായി കൊണ്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. എൻ്റെ റബ്ബനോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ ഞാൻ ഖുർആൻ എടുക്കും. കാരണം ഖുർആൻ കലാമുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. റബ്ബിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് ഖുർആൻ. ആ രീതിയിൽ ഖുർആനിനെ അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പരിവർത്തനം ഉണ്ടായത്, അതുകൊണ്ടാണ് അവർ സംസ്കാര സമ്പന്നനായി മാറിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഖുർആൻ പഠിച്ചതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.